പാറു സ്പിറ്റിലേക്ക് എൻ്റെ കൂടെ താമസം അറിയുന്ന 2-ാം ദിവസം ഉറക്കക്ഷീണമെല്ലാം ഉറങ്ങിത്തീർത്ത് എന്നാൽ നഗരം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് ജോലി കഴിഞ്ഞ് വന്ന് ഞാനും പാറുവും കൂടി നേരെ പുറത്തോട്ടിറങ്ങി. ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ചൂടാണ്. സമ്മർ ആരംഭിച്ചിട്ട് 1 മാസം ആകുന്നതേ ഉള്ളൂ. 33 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ ഇവിടുത്തെ ചൂട്. 40-45 വരെ പോകുന്ന ഇവിടെയുള്ള ആളുകൾ പറയുന്നു. എന്തായാലും റൂമിൽ നിന്ന് ഇറങ്ങി ആദ്യം പോയത് തന്നെ അടുത്ത് കണ്ടൊരു ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. ഇതായിരുന്നു മെയിൻ ഉദ്ദേശം എന്നെനിക്കിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും അകത്ത് കയറി ഒന്നും പർച്ചേസ് ചെയ്യാനല്ല എന്ന് പറയുന്നത് എൻ്റെ അകത്ത് കയറിയെങ്കിലും വളരെ കുറച്ചൊരു ചെറിയ പർച്ചേസുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പുറത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഷോപ്പിംഗ് സെന്ററുകൾ ഒരു ആശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ്, ലിഡിൽ. ഞങ്ങളുടെ അക്കോമഡേഷൻ റെഡിയാവാൻ ഇനിയും 4-5 ദിവസം കൂടി താമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞങ്ങളിപ്പോൾ താമസം. അവിടെ കുക്കിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ കുറച്ച് ഇന്ത്യൻ ഫുഡുകൾ കഴിച്ചേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ചെറിയൊരു പർച്ചേസാണ് ഇവിടുത്തെ ലക്ഷ്യം. കുറച്ച് സാധനങ്ങൾ എടുത്ത് പർച്ചേസ് എല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ റീബയിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. അതിനായി ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ നടന്നു. പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞരുവി കണ്ടു. ഒരു ചെറിയ നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരു സായാഹ്നം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെലവഴിക്കാനായി എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കൊച്ചു സ്ഥലം. അവിടെ ഞങ്ങൾ കുറച്ച് താറാവുകളെയും 2 അരയന്നങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു ഉന്മേഷം നമുക്ക് അനുഭവപ്പെടും. സായാഹ്ന സവാരിക്കായിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാർ കൊടുക്കുന്ന ഫുഡുകളാണ് ഇവിടുത്തെ മീനുകളുടെയും താറാവുകളുടെയും എല്ലാം പ്രധാന ഭക്ഷണം. പാറുവിൻ്റെ എക്സൈറ്റ്മെന്റ് കണ്ടതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണെങ്കിലും ഈ ഭാഗങ്ങൾക്കെല്ലാം കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് മീനുകളുണ്ടെങ്കിലും ചൂണ്ടയിട്ടാൽ ഇവയൊന്നും കിട്ടിയല്ലെന്നാണ് ഞാൻ പാറുവിന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം 2-3 തവണ ചൂണ്ടയിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടാവാം. ഇത് കഴിഞ്ഞ് ചെല്ലുന്നത് ഒരു ചെറിയ പാർക്കിലേക്കാണ്. ഇവിടെ കുറച്ചെങ്കിലും സ്ഥലം വെറുതെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിട്ട് അതിനെ സംരക്ഷിച്ച് അവിടെ പാർക്കുകളൊക്കെ പണിത് അവിടെ വന്നിരിക്കാൻ ഒരുപാട് ആളുകളുമുണ്ട്. ഈവനിങ് നമ്മുടെ നാടുകളിലെ പോലെ TV മൊബൈലുമായിട്ട് സമയം ചെലവഴിക്കാതെ മക്കളെയും കൂട്ടി വെളിയിൽ വന്നിരിക്കുന്നത് അതൊരു നല്ലൊരു കൾച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവിടെ. ഞങ്ങളങ്ങനെ എന്തായാലും ബസ് സ്റ്റോപ്പിലെത്തി ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുവാണ്. ബസ് കാത്ത് നിന്ന സമയത്ത് പാറുവിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഇവിടുന്ന് അടുത്തായിട്ട് ഇവിടുത്തെ ബസ് വന്നു. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മുടെ നാട്ടിലെ ലോ ഫ്ലോർ ബസ്സുകൾ പോലെ തന്നെയാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള എല്ലാ ബസ്സുകളും. വളരെ മനോഹരമാണ്, വളരെ വൃത്തിയാണ്. നമ്മുടെ നാട്ടിൽ വൃത്തികേടാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ കുറച്ച് ഇതുകൂട്ടോടെ ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ പോലും പൊതുസ്ഥലങ്ങളും പൊതുഗതാഗതങ്ങളും എല്ലാം പ്രത്യേകം സൂക്ഷിക്കുന്നതിൽ ജനങ്ങൾക്കുള്ള പങ്കും വളരെ വലുത് തന്നെയാണ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ നമുക്ക് റീബയിലേക്ക് ചെല്ലാനായിട്ട്. സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങ് പോവുകയാണ് ഞങ്ങൾ. സൺസെറ്റിന്റെ ഭംഗിയെല്ലാം നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ് ഇവിടെ. അതുപോലെ തന്നെ മേഘങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാടിനേക്കാളും കുറച്ചും കൂടി അടുത്താണ് ഇവിടെയുള്ള മേഘങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും ബസ് ഇറങ്ങി. ഞങ്ങൾ ആദ്യം പോയത് തന്നെ ഏറ്റവും അടുത്തുള്ള ഒരു ഏഷ്യൻ മാർക്കറ്റിലേക്കാണ്. നമ്മുടെ നാട്ടിലെ സ്പൈസസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാറുവിന് ഇതൊന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നു. പാറുവിന് കുത്തരിയാണ് ഏറ്റവും താല്പര്യം കഴിക്കാനായിട്ട്. അപ്പോൾ അതന്വേഷിച്ചാണ് ഞങ്ങൾ ആദ്യം ഇവിടെ കയറിയത്. എന്തായാലും ഞങ്ങൾ കയറിയ വഴിക്ക് തന്നെ ഞങ്ങൾക്ക് കറിവേപ്പില കിട്ടി, ഫ്രോസൺ കറിവേപ്പില, പിന്നെ ഉഴുന്ന്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഞങ്ങൾ ഈ നഗരം ഒന്ന് കണ്ടേക്കാം എന്നുള്ള ചിന്തയോടുകൂടി ഞങ്ങളിത് നടത്തും തുടങ്ങി. ഒരു പുരാതന നഗരമാണ്. അത് അതേ ഭംഗിയിൽ തന്നെ അതിപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ സ്ഥലങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്.
ടൂറിസ്റ്റ് സീസൺ സ്റ്റാർട്ടായതോടുകൂടി തന്നെ നഗരങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല തിരക്കാണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത കൾച്ചറിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരും വളരെ സൗമ്യമായും മാന്യമായും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാത്തതും വീണ്ടും വീണ്ടും എടുത്തു പറയാൻ തോന്നുന്നതും ഈ നഗരങ്ങളുടെ വൃത്തിയാണ്. എത്രമാത്രം വൃത്തിയായിട്ടാണ് ഇവരിത് കാത്തു സൂക്ഷിച്ചേക്കുന്നതെന്ന് എനിക്ക് എത്ര പറഞ്ഞിട്ടും എനിക്ക് മതിയാവുന്നില്ല. പഴയകാലത്തെ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അവശിഷ്ടങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ആ സ്ട്രക്ചറുകളെല്ലാം അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 2 പഴയ പട്ടാളക്കാരുടെ വേഷം ധരിച്ച് 2 പേര് നിൽപ്പുണ്ട്. ടൂറിസ്റ്റുകളാണ് പ്രധാന ലക്ഷ്യം. അവരോട് പഴയൊരു വലിയ കോട്ടയായിരുന്നു. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു കോട്ടകൾ എന്നുള്ളതെല്ലാം നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് 2ാമത്തെ തവണയാണ് ഞാനിവിടെ വരുന്നത്. ഒരു തവണ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് വന്നിട്ടുണ്ട്. ഇത് 2ാമത്തെ തവണയാണ് ഞാൻ പാറുവിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വരുന്നത്. നമ്മൾ പല ഇംഗ്ലീഷ് സിനിമകളിലും സീരീസിലുകളും കണ്ട് ശീലിച്ചിട്ടുള്ള പോലത്തെ ചെറിയ ചെറിയ കോട്ടകൾ എല്ലാം കണക്റ്റഡാണ്. ഒരു വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് എല്ലാ ബിൽഡിങ്ങുകളും തമ്മിൽ കണക്റ്റഡായിട്ട്. ഇപ്പോൾ ഇവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം തന്നെ കൂടുതലും ടൂറിസ്റ്റ് ഹോമുകളായിട്ട്, ഹോട്ടലുകളായിട്ട്, പബ്ബുകളായിട്ട് അങ്ങനെ പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. എവിടെ നിന്ന് നോക്കിയാലും ഈ ഒരു ഉയർന്ന ഗോപുരം കാണാം. അതിപ്പോൾ അതൊരു ചർച്ചായിട്ടാണ്. പണ്ടും ചർച്ച തന്നെ ആയിരുന്നിരിക്കാം, എനിക്കറിയില്ല. അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ കോട്ടയിലേക്ക് പ്രവേശിക്കാനുള്ള മെയിൻ കവാടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടണൽ പോണ ഇല്ലയാണ്. അത് നേരെ ഇതിൻ്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് കടൽ തീരത്തേക്കാണ്. ആ രീതിയിലായിരുന്നു ഈ കോട്ടയുടെ നിർമ്മാണം. ഈ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും വിദേശികളാണ്. വെക്കേഷന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വെക്കേഷനൊക്കെ പോകും. പക്ഷെ നമ്മൾ പോകുന്ന ഒരു ദിവസം, കൂടിപ്പോയി ഒരു 3-4 ദിവസം. ഇവിടെയുള്ള ആളുകൾ പക്ഷെ അങ്ങനെയല്ല. ഇവിടെ വന്ന് അപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും വീടുകളാണെങ്കിലും എടുത്ത് ചിലർ 2 ആഴ്ച 4 ആഴ്ച മാസങ്ങളോളം ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് ഇവരൊരു വെക്കേഷന് വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളിലേക്ക് പോകുന്നതും അവിടുത്തെ കാണാത്തതായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ട് ആ സ്ഥലം മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെയാണ് ഇവരൊരു രാജ്യത്ത് പോയി തിരിച്ചു വരുന്നത്. ഇവിടെ കാണുന്നത് ബോട്ട് ബുക്കിംഗ് സെൻ്ററുകളാണ്. നമ്മൾ എത്തിപ്പെടാത്തതും എനിക്കറിയത്തില്ലാത്തതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. എനിക്കറിയത്തില്ലാത്ത സ്ഥലങ്ങളാണുണ്ടോ കൂടുതൽ.
അവിടേക്ക് യാത്രകളുണ്ട്. അവിടത്തേക്ക് യാത്രകൾക്കായിട്ട് ഓരോ ദിവസത്തേക്കുള്ള ബുക്കിങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 30 യൂറോ, 50 യൂറോ തുടങ്ങിയ ചെറിയ തുകകളാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. അത് സാധാരണക്കാർക്കും അഫോർഡബിൾ ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം എന്തായാലും പോകണമെന്ന് ഞാനും പാറും അപ്പം തന്നെ തീരുമാനിച്ചു. വളരെ ഭംഗിയാണ് ഇവിടുത്തെ സായാഹ്നം കാണാനായിട്ട്. വ്യത്യസ്ത വേഷധാരികളായിട്ടുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നിട്ടുള്ള മനോഹരമായ ആൾക്കാർ, മനോഹരമായ സ്ഥലവും മനോഹരമായ കടലും. ഈ ഭംഗിയെല്ലാം ആസ്വദിച്ച് പാറു ഇങ്ങനെ നടക്കുകയാണ്. കുറച്ചു നേരം ഞങ്ങളും അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി തന്നെ അവിടെ ഇരുന്ന് ഞങ്ങളും ഞങ്ങളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളാണ് ഈ കാണുന്നവയെല്ലാം. ഞാനും പാറും 1-2 കടകളിലെല്ലാം കയറി പാറുവിന് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. 5 യൂറോയാണ് ഇതിൻ്റെ വില. പക്ഷെ വളരെ മനോഹരമാണ്, നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളി തുടങ്ങിയത്. അപ്പോഴാണ് നേരെ മുമ്പിൽ നോക്കിയപ്പോൾ ഒരു കബാബിൻ്റെ സ്റ്റോർ കണ്ടത്. ഞങ്ങൾ നേരെ അങ്ങോട്ട് തന്നെ നടന്നു. നമ്മുടെ നാട്ടിലെ ഷവർമ പോലെ തന്നെയാണ് ഇവിടുത്തെ കബാബ്. ബീഫ്, ചിക്കൻ അങ്ങനെ 2 ഐറ്റം ഉണ്ട്. ഞങ്ങളവിടെ നിന്ന് ഒരു കൊക്കക്കോളയും വാങ്ങിച്ചു, 2 ബീഫ് കബാബും. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൻ്റെ പുറകിൽ തന്നെ പോയിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല വിശപ്പായിരുന്നുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കാൻ ഒട്ടും സമയം കിട്ടിയില്ല. നേരെ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി ഊബർ ബുക്ക് ചെയ്ത് തിരിച്ചു പോകാമെന്നുള്ള ചിന്തയിലാണ്. ഊബർ വരാനായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ ആളുകളെല്ലാം നല്ല മൃഗസ്നേഹികളാണ്. എല്ലാവരുടെയും കൂട്ടത്തിലൊരു പട്ടിയുണ്ടോ, എല്ലാത്തിനെയും നല്ല വൃത്തിയായിട്ട് അണിയിച്ചൊരുക്കി കൊണ്ടു നടക്കാൻ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളുടെ ഊബർ വന്നു. ടെസ്ലയാണ് ഞങ്ങൾക്ക് വന്ന ഊബർ. ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടെസ്ലയ്ക്കുള്ളിൽ കയറുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഞാൻ വാഹനത്തെ പറ്റി ചോദിച്ചതിനെല്ലാം അയാൾ എനിക്ക് നല്ലപോലെ തന്നെ മറുപടികൾ തന്നു. ക്യാഷും കൊടുത്ത് ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനി ഞങ്ങളുടെ റൂമിലേക്ക് നടക്കുവാണ്. കുറച്ചു ദൂരം നടക്കാനുണ്ട്. എനിക്ക് കറക്റ്റ് റൂമിലിരിക്കുന്ന ലൊക്കേഷൻ അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തൊട്ടടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു മാളിൻ്റെ ലൊക്കേഷൻ കൊടുത്ത് അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. ലിഫ്റ്റിൽ ടാപ്പ് ചെയ്യാനുള്ള കീ മറന്നുകൊണ്ട് തന്നെ 4 നില ഞങ്ങൾക്ക് നടന്നു കയറേണ്ടി വന്നു. ഇനി ചെറുതായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യണം, കഴിച്ചിട്ട് കിടന്നുറങ്ങണം. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്. 5 ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.